സർ, നിലമ്പൂരിൽ നാളെ അവസാനത്തെ കലാശക്കൊട്ടാണ്. നമ്മൾ ഈ അവസാന നാളുകളിലേക്കൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇടതും വലുതും പ്രയോഗിച്ചത്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള പല കളികളും അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ അവസാന സമയം ഒക്കെ വന്നപ്പോഴത്തേക്കും UDF ജനങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു പിന്തുണയാണ് ലഭിച്ചത്. ഒരു പക്ഷേ നാട്ടുകാർ തന്നെ പ്രചാരണത്തിന് ഇറങ്ങി എന്ന് തന്നെ പറയാം. UDF ഒരു മേൽക്കൈ നിലമ്പൂരിൽ കിട്ടിയിരിക്കുന്നു എന്ന് ചുരുക്കി പറയാം. ഇപ്പം സ്വരാജിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ 2 ദിവസമായിട്ട് അവിടെ ഉണ്ട്. ഷൗക്കത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി ഇറങ്ങി. പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് മോഹൻ ജോർജിന് വേണ്ടി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും രംഗത്ത് വന്നു. പിന്നെ അൻവറിന് വേണ്ടി ഒരു തൃണമൂൽ കോൺഗ്രസ് MPയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും യൂസഫ് പഠാനെ ഇറക്കിയിട്ടുണ്ട്. ചതുഷ്കോണ മത്സരമെന്നൊയൊക്കെയാണ് പറയുന്നത്. ചതുഷ്കോണമെന്ന് പറയാനായിട്ട് ഇപ്പോൾ BJP എത്ര വോട്ട് പിടിക്കുമെന്ന് നമുക്കറിയാം. 10,000, 15,000. ഇല്ല, BJP ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഒരു ഇന്നലെ അവരൊരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു. കാരണം നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ 10 മാസം കൊണ്ട് ഞങ്ങൾ ചെയ്തു തന്നിരിക്കും എന്ന്. കാരണം BJPയുടെ ഒരു പ്രകടന പത്രിക എന്ന് പറയുന്നത് അതിന് കുറച്ച് വാല്യൂ ഇപ്പം ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം കേന്ദ്രത്തിലെ പല കാര്യങ്ങളാണെങ്കിലും 3ാം മോദി സർക്കാരിൻ്റെ ഒരു പ്രഭാവം ഒക്കെ ഇപ്പോൾ സംസ്ഥാനത്തെ BJP പുതിയ അധ്യക്ഷൻ വന്നതൊക്കെ ജനങ്ങൾക്ക് ഏകദേശം ഒരു അറിവുണ്ട്, പഴയതുപോലല്ല. അപ്പം BJPയുടെ പ്രകടന പത്രിക അത് ജനങ്ങളിലേക്ക് ഒരു വല്ലാത്ത ഓളം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സാറ് പറഞ്ഞതുപോലെ അൻവർ LDFനെ വിട്ടേക്ക്, LDF പോയി, അൻവർ പിന്നെ UDF അല്ല, അത് BJP ഒരു പ്രകടന പത്രിക അവിടെ ഇറക്കിയിരിക്കുന്നതിൻ്റെ കാര്യം ഒന്നറിയാമോ? അത് നിലമ്പൂരിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രകടന പത്രികയല്ല. അത് ഞങ്ങൾ കേരളത്തിന് തന്നെ തരാൻ കഴിയുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് കാലമാണ്, പഞ്ചായത്തും നിയമസഭയും. അതിലേക്ക് കൂടിയാണ് ഉന്നം വച്ചിരിക്കുന്നത്. അല്ലാതെ അവിടുത്തെ 10 വോട്ടിൻ്റെ പേരിലല്ല. രാജീവ് ചന്ദ്രശേഖരന് അറിയാമല്ലോ, അവിടെ ചിലവാക്കുന്ന എനർജിയും പണവും ഒക്കെ ഒന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. പക്ഷെ മത്സരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനെ വേറൊരു തരത്തിൽ ചിത്രീകരിക്കും. CPM-ഉമായിട്ടുള്ള ഒരു ബന്ധമെന്നുള്ള രീതിയിൽ അതിനൊരു ദുർവാഖ്യാനം വരും, ഉണ്ടാകും, ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് മത്സരിക്കാതെ മാറുന്നതും ശരിയല്ല. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് കേരളത്തിന് മൊത്തം നൽകിയിരിക്കുന്നതാണ്. ഇപ്പോൾ പിണറായി വിജയൻ കണ്ടോ, ഈ ഒരു ഒരു സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ വേണം ചർച്ച ചെയ്യാൻ. ഇവിടുത്തെ ഈ ആശാ വർക്കർമാരുടെ സമരം പോലും അവർക്ക് 10 രൂപ കൂട്ടിക്കൊടുക്കാത്ത ഈ പിണറായി വിജയൻ സർക്കാർ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയമാണ് കിടന്ന് ചർച്ച ചെയ്യുന്നത്. നിലമ്പൂരിൽ പോയി വായിക്കൊള്ളുന്ന ഈ ആന വാ വിളിക്കുന്നത് പോലെ അണ്ണം വാ വിളിക്കരുത്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നയതന്ത്ര ബോധമുള്ളവരുണ്ട്. ശശി തരൂരിനെ പോലുള്ളവരുണ്ട്. അല്ലെങ്കിൽ മറ്റു പ്രഗത്ഭരായിട്ടുള്ള വിദേശകാര്യ വിദഗ്ധന്മാർ കേരളത്തിലുണ്ട്. ഇപ്പോൾ TP ശ്രീനിവാസനെ പോലെയുള്ളവർ, CA ജോസൂട്ടിയെ പോലുള്ളവർ, ഡോക്ടർ ജോസഫ് ആൻ്റണിയെ പോലുള്ളവർ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അവർ വ്യക്തമാക്കി തരും. അല്ലാതെ ഈ പിണറായി വിജയന് അത് വെച്ച് 10 വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇറാന്റെ പക്ഷം ചേർന്നു അല്ല, സ്വന്തം രാജ്യത്ത് ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഇല്ലാത്ത വികാരമാണ്. പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമെന്ന് എന്തുകൊണ്ടാണ് പറയാൻ? അതെ, അന്ന് പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞില്ലല്ലോ. MA ബേബി എന്താണ് പറഞ്ഞത്? ഭീകരാക്രമണം നടത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തിൻ്റെ മേലാണോ കുതിര കയറുന്നത് എന്ന് MA ബേബിയും സ്വരാജും പറഞ്ഞല്ലോ. ഇതെന്ത് ഭോഷ്കത്തരമാണ് പറയുന്നത്? അതേസമയം ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാനിയായിട്ടുള്ള കോൺഗ്രസിൽ നിന്നുള്ള ശശി തരൂരാണല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിവരിക്കാനായിട്ട് വിദേശത്ത് പോയ സംഘത്തിലെ ഒരു ടീമിൻ്റെ തലവനായിട്ട് നിന്നത്. അദ്ദേഹം ഇനി സ്ഥിരം ആ സമിതിയുടെ അധ്യക്ഷനായി മാറാൻ പോവുകയാണ്. അദ്ദേഹത്തിനൊക്കെ ബോധമുണ്ട്. പിണറായി വിജയൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കടന്ന് പറയുന്നത്? ഈ ഗാസയെ വലിയ അനുകൂലിച്ച് പറയുന്നു. ഈ യുദ്ധമുണ്ടാകുമ്പോൾ എവിടെ നാശനഷ്ടം ഉണ്ടാകുന്നതിനോട് നമുക്ക് യോജിപ്പില്ല.
ആൾനാശമായാലും അർത്ഥമായാലും സമ്പത്തായാലും അതൊക്കെ തിരിച്ചെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സമ്പത്ത് തിരിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം, ആളിനെ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് യുദ്ധത്തിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല, നമ്മളിപ്പം ഒരു പക്ഷം പിടിക്കുകയല്ല. പക്ഷേ ഇവിടുത്തെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ, നിലമ്പൂരിലെ വിഷയങ്ങൾ എടുക്കണം. അവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ കർഷകർ വന്യമൃഗശല്യം നേരിടുന്നുണ്ട്, അത് സംസാരിക്കണം. അതെങ്ങനെ ഞങ്ങൾ എത്രത്തോളം പരിഹരിച്ചു, ഇത് പരിഹരിക്കാൻ എങ്ങനെ കഴിയും, കേരളത്തിലെ ആരോഗ്യ പ്രശ്നം സംസാരിക്കണം. അതുപോലെ തന്നെ ഇതിപ്പം മഴക്കാലമാണ്, അതിശക്തമായ മഴക്കാലക്കെടുതി ഉണ്ടാകുന്നു, അവിടെ വേണ്ട തരത്തിൽ എത്രത്തോളം പരിഹാരം കൊടുക്കണം. ഇതിന് പകരം അവിടെ ചെന്നിട്ട് വലിയ ഇറാൻ ഈ കുറച്ച് പ്രസ് സെക്രട്ടറിമാർ ഈ കാരണഭൂതൻ്റെ കൂടെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും, പോയി നിന്ന് വായിക്കും. അല്ലാതെ ഇറാൻ ഏതാ ഇസ്രായേൽ ഏതാ എന്നൊന്നും പറഞ്ഞാൽ ചക്കും പുക്കും അറിയാതെ ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു ഇറാൻ പ്രേമമാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത തവണ ചികിത്സയ്ക്ക് ഇറാനിലോട്ട് അങ്ങ് കയറ്റി വിട്ടേക്കാം. അല്ല, ഇടയ്ക്ക് കൃഷി സംബന്ധമായ കൃഷി പഠനം, കാർഷിക പഠനത്തിന് ഇവിടുന്ന് കുറെ മന്ത്രിമാർ ഇസ്രായേലിലോട്ട് പോയിരുന്നല്ലോ. അന്ന് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമല്ല. അല്ല, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരാള് ബുദ്ധിമാന്മാരാണ്, അല്ലാതെ ഇതുപോലെ പിന്നെ തലയ്ക്കകത്ത് ആൾതാമസമില്ലാതെ എന്തെങ്കിലും വായിച്ച് പിന്നെ പറയുന്നത് ഏറ്റു പറഞ്ഞ് നടക്കുന്നവരല്ല. അപ്പം ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ UDF അല്പം മുന്നേറ്റം കുറിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ ജയിച്ചു പോയിട്ടേ ഉള്ളൂ. പ്രിയങ്ക രാഹുൽ ഒന്നും വലുതായിട്ടൊന്നും വയനാടിന് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ SFI പിള്ളേർ അവിടെ കസേര കയറി വാഴ വെച്ചതല്ലേ. അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ കസേരയിലും വാഴയോ ചേനയോ ഒക്കെ വെക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കും. പ്രിയങ്കയുടെ സൗന്ദര്യത്തിൽ വീണു പോകുന്നതാണോ അതോ നെഹ്റു കുടുംബത്തിനകത്ത് അങ്ങ് ആൾക്കാർ ലയിക്കുന്നതാണോ? കുറച്ചുകൂടി പ്രിയങ്ക ഗാന്ധിയായിട്ട് അടുക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ, പെൺകുട്ടികളൊക്കെ കുറച്ചുകൂടി പ്രിയങ്ക, കാരണം അവരുടെ ഇപ്പം നമ്മളുടെയൊക്കെ പിണറായി വിജയനൊക്കെ ഈ കാറിന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ആട്ടിപ്പായിച്ചുള്ള പോക്കാണ്. പക്ഷെ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കണ്ട പ്രിയങ്ക ഗാന്ധി അതിൽ ഇങ്ങനെ റോഡിലൂടെ പോയപ്പോൾ കുറേ സ്ത്രീകൾ കൈ കാണിച്ച് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്ന് വണ്ടി നിർത്തിയതിന് ശേഷം അവർ ഇറങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ സ്ത്രീകളെയൊക്കെ മാറുന്ന പറഞ്ഞോണം പോലീസൊക്കെ മാറ്റിയെങ്കിലും അവർ കുഴപ്പമില്ല, ഇറങ്ങി വന്ന് അവരെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ അതിൽ ഒരു സ്ത്രീ പറഞ്ഞു, യൂ ഇതെന്ത്, എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതി. അവർ വന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ കൂടെ നിന്ന് തോളിൽ കൈയിട്ട് കുട്ടികളോടൊപ്പം ഒക്കെ നിന്ന് ഫോട്ടോ എടുത്ത് എല്ലാവർക്കും ആ ഒരു ഓളം പക്ഷെ വേറൊരു നേതാക്കന്മാർക്കും ഒരു പക്ഷേ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു പ്രത്യേക വൈഭവം പ്രിയങ്കയ്ക്കുണ്ട്. അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ചുകൂടി ഒരു പ്രചാരണം നടത്താനും ഒരു സാധാരണ സ്ത്രീയെ പോലെ തന്നെ നമ്മൾക്കറിയാം രാഹുൽ ഗാന്ധിയൊക്കെ ഈ ഭാരത് ജോഡോയൊക്കെ നടത്തിയപ്പോൾ കുറച്ചുകൂടി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ മോദിക്ക് അത്രത്തോളം സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, പിന്നെ രാഹുൽ ഗാന്ധി ഇറങ്ങി ചെല്ലുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് ഏക്കുന്നില്ല. മോദി ഇറങ്ങി ചെല്ലുമ്പോൾ അതിന് വേറൊരു ലെവലാണ് കേട്ടോ. ഇത് ഈ രണ്ട് വൈബാണല്ലേ, രണ്ട് വൈബാണ്. ഒന്ന് തന്ത വൈബ് എന്ന് വേണേ പറയാം അല്ലേ. ഇതിലൂടെ പ്രായവും പക്വതയും ചെന്ന ഒരാളിന്റെ ഒരു വരവാണത്. അത് നരേന്ദ്രമോദി പ്രായം അങ്ങനെയാണല്ലോ. അതെ, ആ പ്രായം അങ്ങനെയാണ്. മറ്റത് വളരെ ഇതായിട്ട് പോകുന്നു എന്ന് വിചാരിച്ച് നരേന്ദ്രമോദിക്കൊന്നും ഒരു ചടുലതയ്ക്കും കുറവില്ല. അദ്ദേഹം എത്ര സമയമാവും ഉറങ്ങുന്നത് തന്നെ? വിശ്രമം എന്ന് പറയുന്നത് വളരെ കുറവല്ലേ, 2-3 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. ഞാൻ അറിഞ്ഞത് അദ്ദേഹം രാവിലെ 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറും എന്നാണ് അറിഞ്ഞത്. 6 മണിക്ക്. ഇപ്പം G7 ഉച്ചകോടി പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് പല രാജ്യങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 ദിവസത്തെ സന്ദർശന പരിപാടിയുമായിട്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൗദിയിലെ ആ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണല്ലോ ഇവിടെ ഈ ഭീകരാക്രമണം ഉണ്ടായത്. അതിനുശേഷം വിശ്രമമില്ലായിരുന്നു. നിലമ്പൂരിലേക്ക് വരാം. ഇതൊക്കെ നിലമ്പൂരിൽ ഇതൊരു ഘടകമായി മാറുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും നിലമ്പൂര് ഷൗക്കത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അൻവറിനും ഒരു ജനസ്വാധീനം അവിടെ ഇല്ലേ? അൻവറിനും ഉണ്ട്. അതാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് കേരളം മുഴുവൻ. അത് അൻവറിനും കിട്ടും, UDFനും കിട്ടും. UDFിൻ്റെ ഭാവി തീർച്ചപ്പെടുത്തുന്നതാണ്. അൻവറിൻ്റെ പിന്നെ ഭാവി പോട്ടെ,
ഇവർ കച്ചവടക്കാരനാണ്, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകും. മറ്റേതൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ UDF ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ആ മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.